ഇന്നത്തെ നമ്മുടെ കഥ ഒരു പ്രണയകഥയാണ്. എന്നാൽ പ്രണയം മാത്രമാണോ നമ്മുടെ വിഷയം? എങ്കിലല്ല. പ്രണയത്തെക്കാൾ ഉപരി ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. കഥയുടെ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കഥ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇവിടെയും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതാണ് വില്ലൻ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹീറോയെയും ഹീറോയിനെയും കുറിച്ചിട്ടാണ്. ഈതൻ എന്നും സോഫി എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ പ്രണയകഥ കേട്ട് കഴിഞ്ഞാൽ ആരെയൊന്ന് മോഹിപ്പിച്ചു പോകും. ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് അരമണിക്കൂറിൽ തന്നെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി. ആ രാത്രി തന്നെ ഈതൻ അവളെയും വിളിച്ചോണ്ട് പോകുന്നത് ഏതോ ഒരുത്തന്റെ വീട്ടുവളപ്പിലെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അതിനകത്തേക്ക് ചാടി കഴിഞ്ഞിട്ടാണ് അയാൾ അവളെ പ്രൊപ്പോസ് ചെയ്യുന്നത്. നമ്മളുടെ എവിടെയാണ് ഇതൊക്കെ നടക്കുമോ? അതിന് നമ്മളുടെ എവിടെയല്ലേ സ്വിമ്മിംഗ് പൂള്? അങ്ങനെ ഒരു രീതിയിലാണ് ഇവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷെ കല്യാണം കഴിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ തമ്മിൽ ഇനി ചേർന്ന് പോകത്തില്ല എന്ന്. പല രീതി അവർ നോക്കി. എങ്ങനെയൊക്കെ കാണിച്ചിട്ടും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാവരും അവസാനത്തെ കടമ്പ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് എന്താണ്? ഒരു കൗൺസിലറെ കാണാൻ പോവാ. അത് തന്നെയാണ് ഇവരും ചെയ്തത്. സില്ലി ക്ലീഷേ തിങ്സ്. ആ കൗൺസിലർ അയാളെ കൊണ്ടാവുന്ന രീതിയിൽ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും അങ്ങോട്ട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനത്തെ പ്രതീക്ഷയോണം അയാൾ അവരൊരു കാര്യം ഏൽപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കാനുള്ള സ്ഥലവും അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാളുടെ അഭിപ്രായത്തിൽ അയാൾ ഒരുപാട് പേര് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരാഴ്ച ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി. ആ ഒരു മാജിക് തന്നെ ഇവരുടെ ലൈഫിലും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അയാൾ അവരങ്ങോട്ട് വിടുന്നത്. അവസാനത്തെ പ്രതീക്ഷയല്ലേ, ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അവർ രണ്ടുപേരും ആ ഡോക്ടർ പറഞ്ഞ വീട്ടിലേക്ക് പോവാണ്. ആ വീടിന്റെ സെറ്റപ്പ് ഒക്കെ ഭയങ്കര സംഭവം കേട്ടോ. പാസ്വേഡൊക്കെ അടിച്ചിട്ടാണ് ഗേറ്റ് തുറക്കുന്നത്. അങ്ങനെ ആ ഗേറ്റ് ഒക്കെ തുറന്ന് അവർ നേരെ വീട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ആ വീടൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു വൈബൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവരതൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നത്. സോഫി ആണെങ്കിൽ വീടിന്റെ അകത്താണ് നോക്കുന്നത്. എന്നാൽ ഈതൻ ആണെങ്കിൽ വീടിന്റെ പുറംഭാഗം ഒക്കെയാണ് പരിശോധിക്കുന്നത്. അയാളുടെ ഇഷ്ടപ്പെട്ട സംഭവമായ സ്വിമ്മിംഗ് പൂളും ആ വീട്ടിനും ഉണ്ട്. ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വീടിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ വീടിന്റെ വളപ്പിൽ തന്നെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അയാൾ വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി നോക്കുന്നു. അതിനകവും വളരെ മനോഹരമായിരുന്നു. കൗതുകത്തോടെ അതിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ടാബ് വെച്ചിരിക്കുന്ന അയാൾ ശ്രദ്ധിക്കുന്നത്. അയാൾ വേഗം തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇതിനു മുമ്പ് താമസിച്ചവരുടെ അഭിപ്രായങ്ങളാണ് അതിൽ ഓരോ ഫോട്ടോയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ വീട്ടിൽ വന്ന് താമസിക്കണം എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈതനാണെങ്കിൽ ശരിക്കും സന്തോഷമായി. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ തിരിച്ച് സോഫിയുടെ അടുത്ത് തന്നെ എത്തി. രാത്രിയായപ്പോൾ അവരാണെങ്കിൽ ഒരു വൈനൊക്കെ കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം സ്വന്തം വീട്ടിൽ ശത്രുക്കളെ പോലെയാണ് ഇരുന്നെങ്കിലും ഇവിടെ എന്തോ അവർ പരസ്പരം സ്നേഹിച്ചാണ് കഴിയുന്നത്. അങ്ങനത്തെ ഒരു വൈബാണ് ആ വീടിന്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ ഈതൻ പറയുന്നുണ്ട് ആ ഗസ്റ്റ് ഹൗസിന്റെ കാര്യങ്ങളൊക്കെ. സമയം കിട്ടുമ്പോൾ നീ അവിടെ ഒന്ന് പോയി നോക്ക്, അടിപൊളി സംഭവമാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് തന്നെ കാര്യം എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ വൈനൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവൾ ഒരു പുതിയ കഞ്ചാവ് കാണിക്കുന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നതാണ്. പക്ഷെ ഇയാൾക്ക് അത് വലിച്ചു നല്ല എക്സ്പീരിയൻസ് ഇല്ല. ഈ ഒരു അവസരത്തിലാണ് എങ്ങനെയാണ് കഞ്ചാവ് വലിക്കേണ്ടത് എന്ന കാര്യം കൂടെ അവൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടിച്ച് കിളി പോയി അവർ പരസ്പരം കിസ് ചെയ്യാനൊക്കെ തുടങ്ങി. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. പക്ഷെ ഇപ്പം അവർക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ കഞ്ചാവൊക്കെ വലിച്ചു കഴിഞ്ഞ് അവർ വീണ്ടും സംസാരിക്കാനിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവൾക്ക് ശരിക്കും അയാളോട് ഇപ്പൊ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഒരു ആഗ്രഹം പറയാണ്. അയാൾ ഒരു കണ്ണട യൂസ് ചെയ്യുന്നുണ്ട്. ഇതില്ലാതെയാണ് നിങ്ങളെ കാണാൻ ഭംഗി എന്നാണ് അവളുടെ അഭിപ്രായം. ആഹാ, അങ്ങനെയാണോ? പക്ഷെ എന്ത് ചെയ്യാനാണ് മോളെ, എനിക്ക് ഈ കണ്ണാടി വെക്കാതെ ഒന്നും കാണത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഞാൻ ഇത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡിന്നറൊക്കെ കഴിച്ച് ഈതനാണെങ്കിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോഫി ആണെങ്കിൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് അവൾ ആ ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് ഓർക്കുന്നത്. എന്തായാലും പുള്ളി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി അവൾ നേരെ ആ ഗസ്റ്റ് ഹൗസിന്റെ അകത്തേക്ക് ചെല്ലുന്നു. ഈതനെ പോലെ തന്നെ അവൾക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഒരു ചെറിയ പാത്രം അവൾക്ക് കിട്ടുന്നത്. അതൊക്കെ ഓരോന്ന് അവൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അത് ഈതനാണ്. അയാൾ അവൾ നിൽക്കുന്ന റൂമിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നിനക്കെങ്ങനെ അറിയാം ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം? നീ എവിടെ പോയാലും അത് എനിക്ക് അറിയത്തില്ല മോളെ എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അതിനുശേഷം അയാൾ വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയിൽ നീയാണ് കറക്റ്റ് എന്നാണ്. നമുക്ക് ഇതുപോലെ എല്ലാ ആഴ്ചയിലും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാലോ? അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ തീരാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറയുമ്പോൾ അവൾക്കും ശരിക്കും കൗതുകമായി. കാരണം അയാൾ ഇതുവരെയായിട്ടും
ആയിട്ടും ഇങ്ങനെയൊന്നും അവളോട് സംസാരിച്ചിട്ടില്ല. അയാളുടെ ആ മാറ്റം കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ അവൾ അയാളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടുത്തവും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർ മുന്തിരി എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ മുന്തിരി മുകളിലേക്ക് ഇടും, അവൾ അത് ചാടി പിടിക്കണം. അതുപോലെ കുട്ടികൾ കളിക്കുന്ന ഒരു കളി. അങ്ങനെ ആ കളിക്കിടയിലാണ് അയാൾ മറ്റൊരു കാര്യം അവളോട് ചോദിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ കിടന്നുറങ്ങിയാലോ? അതാണ് അയാളുടെ ചോദ്യം. അവൾക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ എപ്പോഴേ റെഡിയാണ്, പക്ഷെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ നമ്മുടെ വീട്ടിൽ പോയിട്ട് എന്റെ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ മെയിൻ വീട്ടിലേക്ക് പോവാണ്. ഇത്ര പെട്ടെന്ന് തന്നെ അയാളിലുണ്ടായ മാറ്റങ്ങളൊക്കെ ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അവൾ ആ വീട്ടിലേക്ക് നടക്കുന്നത്. അങ്ങനെ ആ വീട്ടിലെത്തി ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കൂർക്കമ്പലിയുടെ ശബ്ദം അവൾ കേൾക്കുന്നത്. അവൾക്ക് വളരെ കൗതുകമായി. അവൾ നോക്കുമ്പോൾ അത് ഈതനാണ്. അയാൾ അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ അവളെ പറ്റിക്കാൻ വേണ്ടി ഉറക്കം നടിച്ച് കിടക്കുകയാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്ന് അയാളെ തട്ടി വിളിക്കാൻ തുടങ്ങി. പക്ഷെ അയാളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തിയത് എന്നായി അവളുടെ ചോദ്യം. അതിനൊക്കെ അയാൾ പിച്ചും പെയ്യാണ് മറുപടി പറയുന്നത്. ഈ സമയം അവൾ സീരിയസ് ആയിട്ട് തന്നെ അയാളെ എഴുന്നേൽപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് അയാൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്. നീ വല്ലാതെ വേർത്തിട്ടുണ്ടല്ലോ, നീ എവിടെന്നെങ്കിലും ഓടിയിട്ട് വരികയാണോ എന്നാണ് അയാളുടെ ചോദ്യം. ആഹാ, നല്ല ചോദ്യം. നമ്മൾ ഇത്രയും നേരം എന്താണ് ചെയ്തത് എന്ന കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോയോ? സെക്സ് ചെയ്താൽ ആരും വേർക്കും എന്നാണ് അവൾ മറുപടി പറയുന്നത്. നീ എന്താണ് സോഫി പറയുന്നത്? സെക്സ് ചെയ്തെന്നോ? ആര്? വളരെ അത്ഭുതത്തോടെയാണ് ആ ഒരു ചോദ്യം അയാൾ ചോദിക്കുന്നത്. നോക്കി ഇതൻ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലത്തെ സ്വഭാവം കാണിക്കല്ലേ. നമ്മൾ ഇത്ര നേരം ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? അവിടെ വെച്ചിട്ടാണ് സെക്സ് ചെയ്തത് എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഡിന്നർ കഴിച്ചപാട് ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു, ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കൊന്നും വന്നിട്ടില്ല എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അയാൾ. അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. അവളുടെ ആ പെരുമാറ്റം, അവളുടെ സംസാരമൊക്കെ കേട്ട് അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയി നോക്കുന്നത്. അവിടെ ആരൊക്കെയോ കൂടിയതിന്റെ ലക്ഷണമൊക്കെ അയാൾ കാണുന്നുണ്ട്. വളരെ സംശയത്തോടെ അയാൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ഉറക്കക്ഷീണം ഉണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം അവിടെയുള്ള ഒരു സോഫയിൽ കിടക്കുന്നു. ഈ സമയത്താണ് സോഫി അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ അയാളുടെ നെഞ്ചിലാണ് വന്ന് കിടക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അയാൾ ഇപ്പൊ അവളോട് ദേഷ്യത്തോടെ സംസാരിച്ചതിനൊക്കെ അയാൾ അവളോട് സോറി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അയാളുടെ നെഞ്ചിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഈതൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സോഫി ആണെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തലേ ദിവസം നല്ല രീതിയിൽ കള്ളുടിച്ചുകൊണ്ട് അയാൾക്ക് നല്ല ഹാങ് ഓവർ ഉണ്ട്. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ നടത്തിയ ഫൈറ്റ് അടിപൊളിയായിരുന്നു. നീ കള്ളുടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞാണോ നമ്മൾ തമ്മിൽ സെക്സ് ചെയ്തോന്ന്? എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതൊക്കെ ഇന്നലത്തെ കാര്യമല്ലേ, അതൊക്കെ വീട്, അതിനെക്കുറിച്ച് നമ്മളൊന്നും സംസാരിക്കണ്ട. എന്തായാലും നമ്മൾ നല്ലൊരു രാത്രിയാണ് ഇന്നലെ ആഘോഷിച്ചത്. നിങ്ങൾക്കിപ്പോ നല്ല ഹാങ് ഓവർ അല്ലേ, ഈ ഫുഡ് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ അയാൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. സാധാരണ ഒരു ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ പിറ്റേ ദിവസം പെരുമാറാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആ പെരുമാറ്റത്തിൽ അയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഈ സമയത്താണ് അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫുഡ് അയാൾ ശ്രദ്ധിക്കുന്നത്. ഇത് ബേക്കൺ അല്ലേ? സാധാരണ ഞാൻ ബേക്കൺ കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെന്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഈ ബേക്കൺ എന്ന് പറഞ്ഞ പന്നിയുടെ മാംസമാണ്. അയാൾ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൾ വെറുതെ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ്. അതും കൂടെ കാണുമ്പോൾ അയാളുടെ സംശയം കൂടാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മെയിൻ ഹൗസിലേക്ക് പോകുന്നു. ആ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. സോഫി അതാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ശരിക്കും അത്ഭുതത്തോടെയാണ് അയാൾ അവളെ നോക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ അതിന് മറുപടി അയാൾ പറയുന്നില്ല. അയാൾ വേഗം തന്നെ അവളെയും വിളിച്ചുകൊണ്ട് നേരെ ആ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ പിടിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. നമുക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് മാത്രമാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ ആ വീട്ടിന്റെ അകത്തെത്തിയതിനു ശേഷം അയാൾ അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് മുമ്പേ ആ കിച്ചൺ ഫുൾ ഓൺ ആയിരുന്നു. അവിടെ നിറയെ പാത്രങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ ഒന്നും കാണുന്നില്ല. മാത്രമല്ല ആ ബേക്കണും അവിടെ കാണാനില്ല. അയാൾ ഭ്രാന്ത് പിടിച്ച പോലെ അവളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സോഫിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. നേരത്തെ നീ എനിക്ക് ബേക്കൺ ഉണ്ടാക്കി തന്നതാണ്, പക്ഷെ ആ ബേക്കൺ ഒന്നും ഇപ്പൊ ഇവിടെ കാണുന്നില്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത്. ബേക്കണോ? ഞാൻ നിങ്ങൾക്ക് ബേക്കൺ ഉണ്ടാക്കി തരാനോ? ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ആ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ്. നിങ്ങൾ കള്ളും കുടിച്ച് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് കാണുമ്പോൾ അയാളും വേഗം അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അതിനുശേഷം അവളെ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ സോഫി, നീ ഇന്നലെ രാത്രിത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഡിന്നർ കഴിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ കിടന്നുറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നീ എന്റെ അടുത്തേക്ക് വന്ന് നമ്മൾ തമ്മിൽ ഈ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സെക്സ് ചെയ്തു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല.
ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് നോക്കി. ആ സമയത്ത് നീ ഈ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. അതിനുശേഷം ഇന്ന് രാവിലെ നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുകയും ചെയ്തതാണ് എന്നൊക്കെ അയാൾ വിശദീകരിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നോ, ഞാൻ അതിന് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അതാണ് ഞാനും പറഞ്ഞു വരുന്നത് സോഫി, നമുക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ സെക്സ് ചെയ്തു എന്നല്ലേ നീ തറപ്പിച്ച് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നീ തന്നെയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു. പക്ഷെ ഇത് രണ്ടും നമുക്ക് പരസ്പരം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ഇവിടെ നിൽക്ക്, ഇതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ ഒന്നുകൂടെ ആ ഗസ്റ്റ് ഹൗസിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേഗം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അങ്ങനെ അതിനകത്തെത്തി അയാൾ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അയാൾ പതുക്കെ ചെന്ന് വാതിലോടെ നോക്കുന്നു. സോഫിയാണ് ആ ബാത്റൂമിൽ നിൽക്കുന്നത്. വളരെ കൂളായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. എന്റെ ആ ടവൽ ഒന്ന് എടുത്തു തരോ അവൾ ചോദിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അയാൾ വേഗം ടവൽ എടുത്തു കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സോഫിയാണെങ്കിൽ അയാളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയം അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലേ എന്തോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. നിന്റെ മറ്റൊരു രൂപം അതിനകത്തുണ്ട്, കുളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അവൾക്ക് ടവൽ എടുത്തു കൊടുത്തോണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ പേടിപ്പിക്കാനാണോ നിങ്ങൾ ഈ പെരുമാറുന്നത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അകത്തൊന്ന് കയറി നോക്ക് അയാൾ പറയുന്നു. അത് കേൾക്കുന്ന അവളാണെങ്കിൽ ചെറിയ പേടിയോടെയാണെങ്കിലും വേഗം തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അവളും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. മറ്റൊരു ഈതൻ അതിനകത്തുണ്ട്. അയാൾ അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ കാണുമ്പോൾ അയാളും വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. നീ ഈ രാവിലെ എവിടെ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ വേഗം വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ അത് റിയൽ ഈതൻ അല്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ അടുക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒറിജിനൽ ഈതൻ ഇപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. കുറെ സമയമായിട്ട് അവളെ കാണുന്നില്ല. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്ന് വിചാരിച്ച് അയാൾ വേഗം ചെന്ന് ആ വാതിൽ തുറക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ എത്ര ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ വേഗം ആ വീടിന്റെ ബാക്ക് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ വാതിലും അയാളെ കൊണ്ട് തുറക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. പെട്ടെന്ന് അയാൾ അവിടെയുള്ള ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടും ആ വാതിലൊന്നും തകർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ വേഗം തന്നെ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് വരുന്നു. ഈ സമയത്താണ് സോഫി അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അതിനുശേഷം വളരെ പേടിയോടെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെപ്പോലെ ഒരുത്തൻ അതിനകത്തുണ്ട്. അയാൾ ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പൊ അവർ രണ്ടുപേരും കണ്ടത് സത്യമാണ് എന്ന് അവർക്ക് തീർച്ചയായി. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ടു പോകണം എന്ന് പറഞ്ഞ് അവർ വേഗം ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ പോകുന്നു. അങ്ങനെ അവരിപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരിപ്പോ അവർ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു മിസ്റ്ററി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ രണ്ടുപേരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോകണ്ട എന്നാണ് ഈതൻ പറയുന്നത്. പക്ഷെ സോഫി അങ്ങനെയല്ല പറയുന്നത്. മറ്റേ ഈതനുമായിട്ട് അവൾ നല്ല രീതിയിൽ അടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ സെക്സ് വരെ ചെയ്തതാണ്. ആ സ്വഭാവത്തിലുള്ള ഒരു ഈതനെയാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പുറകിലുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിന് അത് ഗുണം മാത്രമേ ചെയ്യൂ എന്നാണ് അവളുടെ അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾ അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അയാൾ പോവാമെന്ന് സമ്മതിക്കുന്നു. പക്ഷെ അയാൾ ഒരു നിബന്ധന വെക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, അവർ രണ്ടുപേരും നമ്മളല്ല. അതുകൊണ്ട് തന്നെ അവരോട് അധികം ഇന്റിമസി ഒന്നും കാണിക്കാൻ നിൽക്കരുത്. കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ അവരുടെ അടുത്ത് കൂട്ടാവാൻ പാടുള്ളൂ എന്നാണ് ഈതൻ പറയുന്നത്. സോഫി ആണെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ചാ വീട്ടിലെത്തി. ആദ്യം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഈതനാണ്. അയാൾ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബേക്കൺ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ വേഗം തന്നെ അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അയാൾ വളരെ നോർമൽ ആയിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഈ സമയത്താണ് അതിനകത്ത് സോഫി അങ്ങോട്ട് വരുന്നത്. അവളും കൂളായിട്ട് തന്നെയാണ് അയാളോട് സംസാരിക്കുന്നത്. ഈ സോഫി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സോഫിയുടെ പല കാര്യങ്ങൾ അയാൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് മറുപടി പറയുന്നത്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പിടിതരാത്ത രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവളോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. നമുക്ക് പുറത്തൊന്ന് നടക്കാൻ പോയാലോ എന്നായ അയാളുടെ അടുത്ത ചോദ്യം. ആ കാര്യത്തിന് മാത്രം സോഫി സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോ പുറത്തേക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വേണമെങ്കിൽ നിങ്ങൾ പോയി നടന്നിട്ട് പോരി എന്നാണ് അവൾ മറുപടി പറയുന്നത്. അവൾ ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇനി അവളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ഒറിജിനൽ സോഫി പുറത്തിരിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്കാണ് അയാൾ ചെല്ലുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ഞാൻ പല രീതിയിൽ ശ്രമിച്ചു, അവൾ ഒന്നും വിട്ടു പറയുന്നില്ല. യഥാർത്ഥത്തിൽ നീ തന്നെയാണ് അവൾ എന്ന് അവൾ എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇനി അടുത്ത ഊഴം ഒറിജിനൽ സോഫിയുടേതാണ്. അവൾ അങ്ങോട്ട് പോകാൻ നേരത്ത് നീ ഒരിക്കലും അയാളോട് അടുത്തിടപഴകാൻ നിൽക്കരുത്, മാത്രമല്ല സെക്സും ചെയ്യാൻ നിൽക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ടാണ് അയാൾ അവളെ അകത്തേക്ക് വിടുന്നത്. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലെത്തുമ്പോൾ അവൾ അയാളോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഒന്നാമത് ഞാൻ നെർവസ് ആയിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, ഞാൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോയിക്കോളാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ വേഗം ഗസ്റ്റ് ഹൗസിന്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അവൾ
എത്ര സമയം അതിനകത്ത് ചെലവഴിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഈതൻ അയാളുടെ മൊബൈലിൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഓണാക്കുന്നുണ്ട്. അങ്ങനെ സോഫി വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിന്റെ അകത്തേക്ക് കയറുന്നു. അതിനകത്തുള്ള ഈതനാണെങ്കിൽ അവിടെ ചിത്രം വരച്ചുകൊണ്ട് നിൽക്കാണ്. സോഫി വരുന്നത് കാണുമ്പോൾ അയാൾ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് തിരിയുന്നു. ഈ സമയത്താണ് അയാൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം അവൾ ശ്രദ്ധിക്കുന്നത്. അത് അവളുടെ തന്നെ പടമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ എന്താണല്ലേ വേണ്ടത്? ആ ചിത്രം വരയ്ക്കുന്നതിൽ നിന്നും അയാൾ എത്രത്തോളം സോഫിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും എന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഈതൻ വളരെ തമാശ രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്. അതൊക്കെ അവൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥ ഈതൻ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഒരു ഡ്രിങ്ക് കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കൂടെ അതുപോലെ അയാളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവൾ അയാളിലേക്ക് ഒരുപാട് അടുത്തു പോകും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം അയാളുടെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് അവൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്ന ഓരോ തമാശയ്ക്കും അവൾ മതിമറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഈതനാണെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിന്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. 21 മിനിറ്റായി അവൾ അകത്തേക്ക് പോയിട്ട് എന്താണ് അവൾക്ക് ഇത്രമാത്രം അതിനകത്ത് സംസാരിക്കാനുള്ളത് എന്നറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അയാൾ പതുക്കെ ചെന്ന് ആ വാതില് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നേരത്തെ പോലെ തന്നെ അത് തുറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അയാൾ ജനലിലൂടെ എത്തി നോക്കുന്നു. ഈ സമയത്തുള്ള ആ കാഴ്ച കണ്ട് അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അതിനകത്ത് ഈതൻ അവളെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തെണ്ടി, ഇതിനാണ് ഇവൾ ഇതിനകത്തേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ തെറി പറയാൻ തുടങ്ങി. ഈ സമയത്താണ് അയാൾ എത്തി നോക്കുന്നത് സോഫി കാണുന്നത്. അവൾ തന്നെ കണ്ടു എന്ന് അറിയുമ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ അയാൾ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സോഫി വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്ത് വന്ന് നിൽക്കണ്ടെന്ന്, എന്നിട്ടിപ്പോ നിങ്ങൾ എന്താണ് ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. 20 മിനിറ്റോളമായി സോഫി നീ ഇങ്ങോട്ട് പോയിട്ട് എന്നിട്ട് നീ എന്താണ് അവിടെ കാണിക്കുന്നത്? മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഞാൻ മസാജ് ചെയ്താൽ എന്താ നിനക്ക് പിടിക്കത്തില്ലേ എന്നൊക്കെയാണ് അയാളുടെ ചോദ്യം. ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ അവൾ പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ സത്യം കണ്ടുപിടിക്കാനുള്ള അവരുടെ അന്നത്തെ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയപ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് സോഫി ആണെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിലുള്ള ഈതനെ കുറിച്ചിട്ട് വളരെ പൊക്കിയാണ് സംസാരിക്കുന്നത്. അയാൾ ഭയങ്കര കോമഡിയാണ്. അതേപോലെ വളരെ അടിപൊളിയായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അയാളുടെ സംസാരത്തിൽ എനിക്ക് ചിരിക്കാൻ മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഞാനും അവനും തമ്മിൽ വേറെന്ത് വ്യത്യാസമാണുള്ളത്? അതായത് കാണാൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട് ഈതൻ, നിന്റെ പോലെയല്ല അയാൾ ഡ്രസ് ചെയ്യുന്നത്. മാത്രമല്ല അയാൾ അയാളുടെ മുടി ഇതുപോലെ ചീകി വെക്കുന്നില്ല. അതൊരു ഫ്രീക്കിനെ പോലെയാണ് അയാൾ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല അയാൾ ഇതുപോലത്തെ കണ്ണട ഉപയോഗിക്കുന്നില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്നെക്കാട്ടിലും ബെറ്റർ വേർഷൻ അയാളാണെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളും അയാളെ പോലെ ആവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷമായേനെ എന്നൊക്കെയാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി കിടക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ഉറക്കം വരുന്നില്ല. ഒരുപക്ഷെ ഇവളിപ്പോ തന്നെക്കാൾ കൂടുതൽ അയാളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് അയാളുടെ സംശയം. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ അയാൾ വേഗം സോഫിയെ തട്ടി വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സോഫി, ഞാൻ എന്തായാലും ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. ഈ രാത്രിയിൽ തന്നെ വേണോ? വേണം സോഫി, ഞാൻ ഇവിടെ കടന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അയാൾ വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. പക്ഷെ അയാൾ അവിടുത്തെ സോഫിയെ കാണാനല്ല പോകുന്നത്. നൈസായിട്ട് ആ വീട്ടിന്റെ അകത്തേക്ക് കയറി അയാളുടെ ഫോണിന്റെ വോയിസ് റെക്കോർഡർ ഓണാക്കി അവിടെയുള്ള ഒരു ഷെൽഫിൽ വെച്ചതിന് ശേഷം അയാൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം സോഫി ഇപ്പോൾ അവളുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഈതൻ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈതൻ വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിന്റെ അകത്തേക്ക് കയറുന്നു. അയാൾ ചെന്ന ഉടനെ തന്നെ അയാളുടെ ഫോണാണ് തപ്പുന്നത്. പക്ഷെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും ആ ഫോൺ അവിടെ കാണുന്നില്ല. ഈ സമയത്താണ് അതിനുള്ളിലെ സോഫി അങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ ഫോൺ എനിക്ക് ഇവിടെ കിടന്ന് കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം അവൾ ആ ഫോൺ അയാൾക്ക് കൊടുക്കുന്നു. ഒരു ചെറിയ ചമ്മലോടെയാണ് അയാൾ ആ ഫോൺ തിരിച്ചു വാങ്ങുന്നത്. അങ്ങനെ അയാൾ അത് വാങ്ങിയ ഉടനെ തന്നെ ഞാൻ എന്തെങ്കിലും വായിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈതൻ ആ ഫോണും കൊണ്ട് പുറത്തെത്തി. അതിനുശേഷം എന്തൊക്കെയാണ് അതിൽ റെക്കോർഡ് ആയിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിൽ ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ല. എന്തൊക്കെ ഒരു മൂളക്കം മാത്രമാണ് അതിൽ നിന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും നിരാശയായി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് സോഫി വീണ്ടും ആ ഗസ്റ്റ് ഹൗസിലെ ഈതനെ കാണാൻ വന്നിരിക്കുകയാണ്. സമയം കൂടുന്തോറും അവൾ ശരിക്കും ഇപ്പോൾ അതിനകത്ത് ഈതനുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായി. നമ്മുടെ ഈതനിപ്പോ അയാളുടെ ഡ്രസ്സൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോഫി ആണെങ്കിൽ അവിടുത്തെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. അത് ആ ഗസ്റ്റ് ഹൗസിലെ ഈതൻ അയച്ചതാണ്. ആ കാര്യം അവൾ ഇവിടുത്തെ ഈതനോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അയാൾക്കാകെ സംശയമായി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്കപ്പോ ഫോണോ ഉണ്ടോ എന്നാണ് അയാളുടെ ചോദ്യം. അതിനെക്കുറിച്ച് അവൾ ഒരു മറുപടിയും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈതൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സോഫിയെ കാണുന്നില്ല. ഇത്ര രാവിലെ തന്നെ ഇവളിത് എവിടെ പോയതായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ആ ബെഡിൽ തന്നെ ഇരിക്കുകയാണ് അയാൾ. ഇതേ സമയം സോഫി ആണെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവൾക്കിപ്പോൾ അവിടുത്തെ ഈതനെ കാണാനായിട്ട് ഒരു സമാധാനമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അയാളെ കാണാൻ ചെന്നിരിക്കുകയാണ്
അവൾ. ഈ സമയമൊക്കെ ആവുമ്പോഴേക്കും അവൾ ശരിക്കും അയാളിലേക്ക് അടുത്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അവൾ തന്നെ മുൻകൈ എടുത്ത് അയാളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവൾ വേഗം തന്നെ മറ്റേ വീട്ടിലേക്ക് എത്തി. അവൾ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് ഒറിജിനൽ ഈതൻ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത്ര രാവിലെ തന്നെ നീ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോയതായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഇവിടെ നിൽക്കുമായിരുന്നോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെ ഈതൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു കളവാണ് അവൾ മറുപടി പറയുന്നത്. ഈ സമയം ഈതൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അയാളിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സോഫിയോടാണ് അയാൾക്ക് ശരിക്കും ഇഷ്ടം. മറ്റേ സോഫിയെ ഇവളായിട്ട് അയാൾക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും നിന്റെ മറ്റൊരു വേർഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ സോഫി ആണെങ്കിൽ അയാളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കിപ്പോ അയാൾ പറയുന്നൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. ഏത് സമയവും മറ്റേ ഈതനെയുമാണ് അവൾ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അയാൾ തോട്ടത്തിലേക്ക് ഇറങ്ങി ഓറഞ്ച് ഒക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അയാൾക്ക് കുറെ വോയിസ് മെസ്സേജ് വരുന്നത്. അത് അയാളുടെ പാരന്റ്സും അതുപോലെ അയാളുടെ ഫ്രണ്ട്സും ആണ്. കഴിഞ്ഞ ദിവസം രാത്രി ഈതൻ എന്തൊക്കെയോ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഈതൻ അങ്ങനെ ഒരു ഫോണോ ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ വേഗം സോഫിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അയാൾക്ക് വന്ന വോയിസ് മെസ്സേജിന്റെ കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നു. ഞാൻ അങ്ങനെ ആർക്കും വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതും മറ്റേ ഈതന്റെ പണിയാണെന്നാണ്. കാരണം അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അത് വെച്ചായിരിക്കും ഒരു പക്ഷെ അവൻ സംസാരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഈതൻ പറയുന്നത്. ഏയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എനിക്ക് പുള്ളിയെ നന്നായിട്ട് അറിയാം. ഇനി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കണോ? ഏയ് വേണ്ട, ചോദിക്കൊന്നും വേണ്ട, അത് വിട്ടേക്ക്. ഞാനിപ്പോ കടയിൽ സാധനം വാങ്ങാൻ പോവാണ്, നീയും വരുന്നോ? ഇല്ല ഈതൻ, നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ അയാൾ വേഗം തന്നെ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അയാൾ സാധനങ്ങളൊന്നും വാങ്ങാനല്ല പോകുന്നത്. എന്താണ് സോഫിക്ക് സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് അറിയണം. അതാണ് ഇപ്പോൾ അയാളുടെ ശ്രമം. അതിനുവേണ്ടി ആ കാർ അവിടെ നിന്ന് മാറ്റി അയാൾ മറ്റൊരു സ്ഥലത്തോട് നിർത്തുന്നു. അതിനുശേഷം അയാൾ തിരിച്ചവരുടെ വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. അയാൾ പോയ ഉടനെ തന്നെ സോഫി മറ്റേ ഈതനെയും കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഈതൻ വേഗം തന്നെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് ഓടാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഗസ്റ്റ് ഹൗസിന്റെ പുറകിലത്തെ വാതിലൊന്ന് അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് ആ ഗസ്റ്റ് ഹൗസിനകത്തെ സോഫി അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെ കാണുമ്പോൾ അവളോടൊരു സോറി പറഞ്ഞതിന് ശേഷം അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അയാൾ പോകുന്നത് ആ ഗസ്റ്റ് ഹൗസിന്റെ തന്നെ മറ്റൊരു വാതിലിന്റെ അടുത്തേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും യഥാർത്ഥ സോഫി ആ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈതനാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുടിയൊക്കെ മറ്റേ ഈതന്റെ പോലെയാക്കി ആ കണ്ണടയും മാറ്റി അവൾ കയറുന്നതിന് മുമ്പ് തന്നെ അതിനകത്തേക്ക് കയറി അവിടുത്തെ ടേബിളിൽ ഇരിക്കുന്നു. വളരെ സങ്കടപ്പെട്ടിട്ടാണ് സോഫി അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താണ് നമുക്കിടയിൽ സംഭവിക്കുന്നതെന്ന്. എനിക്കിപ്പോ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാം എന്റെ മൈൻഡിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവൾ സങ്കടത്തോടെ പറയുന്നത്. അതേക്കുന്ന ഈതനാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ വീണ്ടും സെക്സ് ചെയ്യാണ്. സോഫി എങ്ങനെയാകണം എന്നാണ് അയാൾ ആഗ്രഹിച്ചത്, അതുപോലെ തന്നെയാണ് സോഫി ഇപ്പോ. പക്ഷെ സോഫി ആണെങ്കിൽ അത് മറ്റേ ഈതനാണെന്നുള്ള രീതിയിലാണ് അയാളോട് പെരുമാറുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വളരെ നിരാശയോടെയാണ് അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം വേഗം തന്നെ ആ മാറ്റിയിട്ട കാറും എടുത്ത് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വെറും കൈയോടെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ സോഫിക്കൊക്കെ സംശയമായി. നിങ്ങൾ സാധനം വാങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് സാധനങ്ങളൊക്കെ എവിടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ ഞാൻ ചെന്നപ്പോ കടയൊക്കെ ക്ലോസ് ആയിരുന്നു എന്നൊരു മറുപടി മാത്രമാണ് അയാൾ പറയുന്നത്. അയാളുടെ മനസ്സിപ്പോ വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ തനിക്ക് തന്റെ ഭാര്യ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി അയാൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവിടുത്തെ സോഫിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞോ, നീ ആരാണ്? നീ വല്ല പ്രേതമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റോബോട്ടോ? എന്തായാലും നീ ഒറിജിനൽ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് തേങ്ങയാണെങ്കിലും നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോ. എനിക്കിപ്പോൾ എന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു വീക്കെൻഡ് ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഈ വീക്കെൻഡ് മാത്രമല്ല ഈതൻ, നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാ വീക്കെൻഡും ഇതുപോലെ തന്നെയായിരുന്നു എന്നൊരു മറുപടി മാത്രമാണ് അവൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒറിജിനൽ സോഫി ഇപ്പോ ഈതനുമായിട്ട് അയാളുടെ റൂമിലിരിക്കുകയാണ്. അയാൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അയാളുടെ ഒരു ജാക്കറ്റ് ഊരി നേരെ അവളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ ജാക്കറ്റ് കാണുമ്പോൾ അവൾക്ക് അത്ഭുതമായി. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ജാക്കറ്റും ഉണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എന്റെ ഡ്രസ്സിന്റെ കാര്യം പോലും ഇപ്പൊ നിനക്ക് അറിയാതെയായോ എന്നായി അയാളുടെ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ അവളൊന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ വീണ്ടും അവരുടെ പരിപാടിയിലേക്ക് കടക്കുന്നു. ഈ സമയം ഒറിജിനൽ ഈതൻ വളരെ ദേഷ്യത്തോടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ആ വാതിലിന് മുട്ടാൻ തുടങ്ങി. അയാൾ ആ മുട്ടുന്ന ശബ്ദങ്ങളൊക്കെ സോഫി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നെടുക്കുന്നു. ഈതനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇന്നത്തോടെ നിന്റെ ഈ കളിയൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ മറ്റേ ഈതനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷെ ആ റൂമിൽ എത്തുമ്പോൾ ആ ഈതൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവളും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ കാണിച്ചത്? നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ അവൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായത്? ഇനി ഒരു പക്ഷെ അവൻ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് അവൾ വളരെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഈതനും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. എന്തൊക്കെയാണ് സോഫി നടക്കുന്നത്? നീ
വിചാരിക്കുന്ന പോലെ അവൻ റിയൽ അല്ല, അതൊക്കെ നിന്റെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അത് കേൾക്കുമ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഈതൻ, എനിക്കിനി ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അത് കാണുന്ന ഈതനും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അയാൾ വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിന്റെ അകത്തെത്തുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കാണുന്നത്. അവർക്ക് മുന്നിലായി മറ്റേ ഈതനും സോഫിയും അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ഈ സമയം മറ്റേ ഈതനാണെങ്കിൽ അവരെ കൈപൊക്കി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരുടെയും അത്ഭുതം ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. അങ്ങനെ അവർ രണ്ട് ടീമും മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയത്തും രണ്ടാമത്തെ ഈതനാണെന്നുണ്ടെങ്കിൽ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് രണ്ട് സോഫികളും ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈതനാണെന്നുണ്ടെങ്കിൽ അവൻ അതൊന്നും കേട്ടിട്ട് ചിരിയല്ല വരുന്നത്. അയാൾക്ക് ഇപ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നില്ല. അവന്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് എന്നെ പോലെ അഭിനയിക്കുന്നതെന്നാണ്. ഞാൻ നിങ്ങളെപ്പോലെ അഭിനയിച്ചിട്ടൊന്നുമില്ല, ഞാൻ എന്നെപ്പോലെ തന്നെയാണ് നിന്നത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളല്ലേ അഭിനയിക്കുന്നത്, ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സോഫിയുടെ അടുത്ത് എന്നെ കുറിച്ച് ചോദിക്കാതിരുന്നത്? അതിന്റെ അർത്ഥം നിങ്ങളും അഭിനയിക്കുന്നതെന്നല്ലേ എന്നായി രണ്ടാമത്തെ ഈതന്റെ ചോദ്യം. അതിന് അയാൾക്കൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. ഈ സമയം രണ്ടാമത്തെ ഈതൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. താങ്കൾ പറയുന്നത് ഞങ്ങൾ റിയൽ അല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും റിയൽ അല്ല. അതുകൊണ്ട് അധികം സംസാരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ ആ സംഭാഷണം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടെ ചീട്ടളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രണ്ടാമത്തെ ഈതൻ പഴയ ഒരു കാര്യം പറയുന്നത്. അതായത് അയാളും സോഫിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഈതൻ അയാളെ പോലെ അഭിനയിച്ചിട്ട് അന്ന് അവർ തമ്മിൽ സെക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ആ കാര്യമാണ് രണ്ടാമത്തെ ഈതൻ ഇപ്പോൾ പറയുന്നത്. അത് സോഫിക്കൊരു ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി. അവൾ പിന്നീട് ഒന്നും തന്നെ അയാളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഈതൻ വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ സമയം മുഴുവൻ അയാൾക്കുള്ള ദേഷ്യം ആ കൗൺസിലറിനോടാണ്. പക്ഷെ അയാളെ ഫോണിൽ വിളിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ കുറെ തെറിയും പറഞ്ഞ് ഈതൻ വോയിസ് മെസ്സേജുകളൊക്കെ അയാൾക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് ആ ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. അയാൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആളുകളുടെ ഫയലുകൾ അതിൽ കാണുന്നുണ്ട്. ആ ആളുകളൊക്കെ കൗൺസിലിങ്ങിന് പോയ വോയിസ് റെക്കോർഡുകളാണ് ആ ഫയലുകളിലുള്ളത്. ഈ സമയം ഈതന്റെ ഫയലുകൾ അതിലുണ്ടോ എന്ന് അയാൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഫയലുകളൊക്കെ റീസൈക്കിൾ ബിന്നിലാണ് കിടക്കുന്നത്. അയാൾ വേഗം തന്നെ അതൊക്കെ എടുത്ത് പ്ലേ ചെയ്ത് നോക്കുന്നു. പല മോഡുലേഷനിലുള്ള അവരുടെ തന്നെ ശബ്ദമാണ് അയാൾ അതിൽ നിന്ന് കേൾക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതുപോലെയൊന്നും കൗൺസിലിംഗിൽ അവർ സംസാരിച്ചിട്ടില്ല. ഈ സമയത്താണ് അയാൾ നേരത്തെ കണ്ട ആ ടാബിന്റെ കാര്യം ഓർക്കുന്നത്. അയാൾ വേഗം തന്നെ അതിനകത്തുള്ള ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരെ കൗൺസിലിംഗ് ചെയ്ത ആ ഡോക്ടറുടെ പടം അതിലുണ്ട്. അതിന്റെ അടുത്തതായിട്ടുള്ള ഫോട്ടോ ഈതനും സോഫിയും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പക്ഷെ അവരെടുത്ത ഫോട്ടോ അല്ല അത്. അതും കൂടെ കാണുമ്പോൾ അയാളുടെ സംശയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അയാൾ എത്ര ശ്രമിച്ചിട്ടും അവിടുത്തെ വാതിലുകളൊന്നും തുറക്കാൻ സാധിക്കുന്നില്ല. കുറെ നേരം അയാൾ അതിന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയത്താണ് പുറത്തു നിന്ന് സോഫിയുടെ ശബ്ദം കേൾക്കുന്നത്. അയാൾ നോക്കുമ്പോൾ സോഫി ആണെങ്കിൽ മറ്റേ ഈതനുമൊത്ത് സംസാരിച്ച് കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ അവൾ ഇപ്പോൾ കൂടുതലായിട്ടും മറ്റേ ഈതനുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അയാൾ ആകെ നിരാശയിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ആ വീടിന്റെ അകത്ത് തന്നെ പെട്ടിരിക്കുകയാണ് ഈതൻ. ഈ സമയത്താണ് രണ്ടാമത്തെ സോഫി അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. എന്താണ് റിയൽ ആയിട്ട് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതെല്ലാം ഒരു സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞ ഒരു ഗെയിം. ഇവിടെ നിന്നും ഒരു ഫാമിലിക്ക് പുറത്തു പോകാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളെ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്റെ ഈതന് ഇന്നലെ രാത്രി അത് സാധിച്ചു. അയാൾ കഴിഞ്ഞ ദിവസത്തുണ്ടായ നിങ്ങൾ തമ്മിലുള്ള സെക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ അത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളോട് വെറുപ്പാണ് തോന്നിയത്. അത് നിങ്ങളുടെ റിലേഷനിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ പെട്ടുപോകും. അതാണ് ഇന്നലെ രാത്രി നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചില്ലല്ലോ, അത് അതുകൊണ്ടാണ്. തുടക്കത്തിൽ നിങ്ങൾ ഈ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ പെട്ടുകിടക്കായിരുന്നില്ലേ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ലല്ലോ, അത് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എന്റെ ഈതൻ നിങ്ങളുടെ സോഫിയുമായിട്ട് ശരിക്കും പ്രണയത്തിലായിരിക്കുകയാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഊരാക്കുടുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതേക്ക് ഈതനാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഈ സമയം സോഫി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. അതിന് ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അത്രമാത്രം എന്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ സോഫിയുമായിട്ട് ഇവിടെ നിന്ന് പോകുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ ഇവിടെ തന്നെ കുടുങ്ങി കിടക്കുന്നതാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സമയം തന്നെ രണ്ടാമത്തെ ഈതനും ഒറിജിനൽ സോഫിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ സമയത്താണ് രണ്ടാമത്തെ സോഫി അങ്ങോട്ട് വരുന്നത്. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, നിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് രണ്ടാമത്തെ സോഫി ആദ്യത്തെ സോഫിയോട് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ഇട്ട പോലത്തെ ഒരു ഡ്രസ്സും കൂടെ എന്റെ കയ്യിലുണ്ട്, മാത്രമല്ല ഒരു ഷൂ ഉണ്ട്, അത് ഞാൻ തരാമെന്നും പറഞ്ഞ് ആദ്യത്തെ സോഫി രണ്ടാമത്തെ സോഫിയും കൊണ്ട്
അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഒരു ബോക്സ് കാണിച്ചു കൊടുത്ത് അതിനകത്തുണ്ട് ഡ്രസ്സ് എന്ന് പറയുന്നു. ഈ സമയം രണ്ടാമത്തെ സോഫി ആണെങ്കിൽ വേഗം തന്നെ ആ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ഈ സമയം ആദ്യത്തെ സോഫി പുറത്തേക്ക് പോവാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈതൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ അവളോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരത്തിനിടയിൽ രണ്ടാമത്തെ സോഫി ഒന്നാമത്തെ സോഫി ധരിച്ചിരിക്കുന്ന ഡ്രസ്സും ഇട്ടിട്ട് അവളെ പോലെയാണ് താഴെയുള്ള രണ്ടാമത്തെ ഈതന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് ഒറിജിനൽ സോഫിയാണ് എന്നാണ് രണ്ടാമത്തെ ഈതൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തോ എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത്. ഞാൻ എടുത്തു കൊടുത്തു, അവൾ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് അവന്റെ യഥാർത്ഥ ഭാര്യയാണ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുശേഷം അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഈതൻ വിചാരിച്ചിരിക്കുന്നത് അത് യഥാർത്ഥ സോഫിയാണെന്നാണ്. പക്ഷെ അയാളുടെ മുമ്പിൽ നിൽക്കുന്നതാണെങ്കിൽ അയാളുടെ ഭാര്യയാണ്. അവൾ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഈതന്റെ കൂടെ ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ പോയാൽ മതി, എനിക്ക് നിങ്ങൾ അത്രമാത്രം ഇഷ്ടമാണ് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുന്ന ഈതനും അതുപോലെ തന്നെയാണ് അവളോട് സംസാരിക്കുന്നത്. എനിക്കും നിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അയാൾ അവൾക്കൊരു കിസ്സും എടുക്കുന്നു. അവളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഡയലോഗൊക്കെ കേട്ട് വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയ അവസ്ഥ. അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഇതിന് കാര്യമൊക്കെ ബോധ്യമായി. ഇല്ല, നീ സോഫിയല്ല, അയാൾ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അത് കേട്ട് ഒന്നും മിണ്ടാതെ വളരെ സങ്കടത്തോടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അങ്ങനെ അയാൾ ഒറിജിനൽ സോഫിയെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഈ സമയം ഒറിജിനൽ ഈതനാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സോഫിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം ഒരു ട്രാപ്പാണ്, നമ്മൾ ഇതിനകത്ത് കുടുങ്ങി കിടക്കാണ്, ഇവിടെ നിന്നും ഒരു ഫാമിലിക്ക് മാത്രമേ തിരിച്ചു പോകാൻ സാധിക്കൂ, അതിന് നീ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി എന്നും നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഈതനായിട്ട് ഞാൻ മാറിക്കൊള്ളാം എന്നും അയാൾ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. സോഫിയാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം രണ്ടാമത്തെ ഈതൻ ആ വാതിലും പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. അതിനുശേഷം ആ സോഫിയോട് സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ സോഫി, ഇയാൾ പറയുന്ന ഒക്കെ വെറുതെയാണ്, ഇയാൾക്ക് ഒരിക്കലും മാറാൻ സാധിക്കത്തില്ല, നീ എന്റെ കൂടെ പോരെ, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ഒറിജിനൽ ഈതന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ വേഗം ചെന്ന് മറ്റേ ഈതനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഈതൻ വീണ്ടും സോഫിയെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ സോഫിയാണെങ്കിൽ അയാളുടെ കൂടെ പോകാൻ കൂട്ടാക്കുന്നില്ല. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ഭാര്യയായ സോഫി അവിടെ നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ ദേഷ്യത്തോടെ അയാളെയും നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി, അവരാരും തന്നെ അയാളുടെ കൂടെ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാരും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അത് കാണുന്ന ഈതനും അയാളുടെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി അവർ പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ രണ്ട് സോഫികളും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ നോക്കുമ്പോൾ രണ്ടാമത്തെ ഈതനാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഈതൻ അയാളുടെ പുറകെ തന്നെയുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഈതന് ആ ഏരിയ വിട്ട് പോകാൻ സാധിക്കുന്നില്ല. കുറെ ഓടി അവിടുത്തെ ആ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് അയാളുടെ മുമ്പിൽ ഒരു തടസ്സം ഉണ്ടാവുന്നു. അതിൽ തട്ടി അയാൾ പുറകിലേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും അയാളുടെ അടുത്തെത്തി. ഈ സമയം ഒരു സോഫിയുടെ മുഖത്ത് വിഷമവും ഒരു സോഫിയുടെ മുഖത്ത് സന്തോഷമാണ് കാണുന്നത്. അതിലേതാണ് തന്റെ ഭാര്യ എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അവരെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കുന്നു. ഈ സമയം ഒരു സോഫി അയാളെ നോക്കി ചിരിക്കുന്നുണ്ട്. അതായിരിക്കും തന്റെ സോഫി എന്നും വിചാരിച്ച് അയാൾ വേഗം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണെന്നും പറഞ്ഞ് അവളെയും കൊണ്ട് ഓടാൻ തുടങ്ങി. മറ്റേ സോഫിയാണെങ്കിൽ താഴെ കിടക്കുന്ന ആ ഈതന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ അവരുടെ കാറും എടുത്ത് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അവർ നേരെ ചെല്ലുന്നത് ആ കൗൺസിലറിന്റെ അടുത്തേക്കാണ്. അയാളുടെ ഓഫീസിലെത്തുമ്പോൾ ആ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഓഫീസേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ അവർ അവരുടെ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസമായി അവരിപ്പോൾ റൂമിലിരുന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈതൻ ഇപ്പോ മറ്റേ ഈതനെ പോലെയാണ് ഏകദേശം സംസാരിക്കുന്നത്. തന്റെ ആ റൂഡ് സ്വഭാവം ഒന്നും സോഫിക്ക് ഇഷ്ടമല്ല എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന ഒരു ഈതനാവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ കളിചിരികൾക്കൊക്കെ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഞാൻ എഗ്ഗും ബേക്കണും ഉണ്ടാക്കി തരാം എന്നാണ് അവൾ മറുപടി പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബേക്കൺ എന്ന് പറയുന്നത് പന്നിയുടെ മാംസാണ്. അത് സോഫിക്ക് ഇഷ്ടമില്ലാത്തതാണ്. ആ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. താൻ ഇനി അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത് രണ്ടാമത്തെ സോഫിയ ആണോ എന്നാണ് അയാൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അയാൾ വിളിച്ചോണ്ട് വന്നത് രണ്ടാമത്തെ സോഫിയ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സോഫിയ തന്നെയാണെന്നാണ്. അയാൾ അവൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കുന്നതുകൊണ്ട് താനും അയാളെ പോലെ മാറിയേക്കാം, ഈതന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നായിരിക്കും അവളും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയ ബേക്കൺ ഉണ്ടാക്കി കൊടുക്കാം എന്ന് അവൾ തീരുമാനിച്ചത്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ അനുഭവിച്ചതൊക്കെ അവരുടെ ഒരു തോന്നലായിരിക്കാം. അവരുടെ രണ്ടുപേരുടെയും ചീത്ത സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ അവർ ആ റിസോർട്ടിൽ വെച്ച് തിരിച്ചറിയായിരുന്നു. അവരുടെ തന്നെ നല്ല സ്വഭാവങ്ങളായിട്ട് അവരുടെ മുന്നിൽ വന്നതാണെങ്കിലോ മറ്റേ ഈതനും സോഫിയും അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ തങ്ങളുടെ ചീത്ത സ്വഭാവങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവരിപ്പോൾ പുറത്തേക്ക് വന്നതാണെങ്കിലോ? ഇതെന്റെ ഒരു തോന്നലാണ് കേട്ടോ. നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു കിടിലം മൂവിയുടെ കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.